സംസ്ഥാനത്ത് ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം കുതിച്ചുയരുന്നതായി കണക്കുകൾ. എക്സൈസിന് കീഴിലുള്ള വിമുക്തിയിൽ ചികിത്സയ്ക്കെത്തുന്നത് ആയിരക്കണക്കിന് കുട്ടികൾ. 2021 681 കുട്ടികൾ മാത്രമായിരുന്നത് 2024 ആകുമ്പോഴേക്കും 2880 കുട്ടികളായി ഉയർന്നിട്ടുമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത്ത് മോഹനൻ വിവരങ്ങളുമായി ചേരുന്നു. പ്രജിത്ത്, സംസ്ഥാന സർക്കാർ നോ ടു ഡ്രഗ്സ് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി ലഹരിക്കെതിരായ പോരാട്ടം അല്ലെങ്കിൽ ക്യാമ്പയിൻ നടത്തിയിരുന്നു. അത് ഫലം കണ്ടില്ല എന്ന് വേണോ മനസ്സിലാക്കാൻ? ലഹരിക്കടിമയാകുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അങ്ങനെ തന്നെയാണ്. കാരണം കണക്കുകൾ വല്ലാതെ ഞെട്ടിക്കുന്നുണ്ട്. 2024 ആകുമ്പോഴേക്കുമുള്ള ഒരു കണക്കുകളുടെ ബാഹുല്യം തന്നെയാണ് ഏറ്റവും അമ്പരപ്പിക്കുന്നത്. ഒരു പക്ഷേ സംസ്ഥാനത്തെ ലഹരി ഉപയോഗം അത് കുട്ടികൾക്കിടയിൽ എത്രമാത്രം ആഴത്തിൽ വ്യാപിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു നേർസാക്ഷ്യം കൂടെയാണ് ഇപ്പോൾ ജനം TV നൽകുന്ന ഈ കണക്കുകൾ എന്നുള്ളത്. 2018 എക്സൈസ് വിമുക്തി ഡി അഡിക്ഷൻ സെൻ്ററുകൾ ആരംഭിക്കുന്നത്. ഇത് പിന്നീട് 2021 ആകുമ്പോഴേക്കും 18 വയസ്സിന് താഴെയുള്ളവർക്കും ചികിത്സ നൽകി തുടങ്ങി. ആദ്യ വർഷം 2021 681 കുട്ടികൾക്കാണ് ചികിത്സ നൽകിയത്. 2022 ആകുമ്പോഴേക്കും ആ കണക്ക് അത് നേരെ ഇരട്ടിയാകുന്നു, 1238 ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. 2023 അത് 1983 കുട്ടികളായി മാറുന്നു. ഇത് ഒരു വിമുക്തിയുടെ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ നിന്ന് മാത്രമുള്ള കണക്കുകളാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ പിന്നീട് 2024 കണക്കുകളാകുമ്പോഴാണ് പിന്നെയും ഞെട്ടിക്കുന്ന രീതിയിൽ ഈ കണക്ക് കൂടുതൽ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ ഉയർന്നു വരുന്നത്. 2024 വിമുക്തിയിൽ നിന്ന് ചികിത്സ നേടിയ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 2880. അതായത് ഓരോ വർഷം കഴിയുന്നതോറും ഈ വിമുക്തിയുടെ ഡി അഡിക്ഷൻ സെൻ്ററിൽ മാത്രം ചികിത്സയ്ക്ക് എത്തുന്ന കുട്ടികളുടെ എണ്ണം അതിങ്ങനെ ക്രമാതീതമായി ഉയരുകയാണ്. സംസ്ഥാനത്തെ ഒരു അപകടകരമായൊരു സാഹചര്യം കൂടിയാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്നുള്ളത് നമ്മൾ പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ 2021 മുതൽ 2024 വരെയുള്ള കണക്കുകൾ എടുക്കുകയാണെങ്കിൽ മൊത്തത്തിൽ 6781 കുട്ടികളാണ് വിമുക്തിയിൽ നിന്നും ചികിത്സ തേടിയത്. 4 വർഷത്തിനിടെ 6781 കുട്ടികൾ മാത്രം വിമുക്തിയുടെ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ നിന്ന് മാത്രം ചികിത്സ തേടി എന്നുള്ളതാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ സ്വകാര്യ ആശുപത്രികളും മറ്റ് ഡി അഡിക്ഷൻ സെൻ്ററുകളിലും ഒക്കെ ഈ രീതിയിൽ ചികിത്സയ്ക്ക് എത്തുന്ന കുട്ടികളുടെ കണക്കെടുത്താൽ അത് 10,000 കടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത്രയധികം കുട്ടികൾ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടത്. ഇപ്പോൾ ഈ ആശുപത്രികളാണെങ്കിലും ശരി, വിമുക്തിയുടെ സെൻ്ററുകളാണെങ്കിലും ഒക്കെ ശരി, ചികിത്സയ്ക്ക് എത്തുന്നവരുടെ എണ്ണം എപ്പോഴും കുറവായിരിക്കും. അതിനും വളരെ കൂടുതലായിരിക്കും യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗം ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം മറ്റ് പല സാഹചര്യങ്ങളിൽ കൂടി കുട്ടികൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ചികിത്സകളിലേക്ക് എത്താത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം, ഡി അഡിക്ഷൻ സെൻ്ററുകളിലേക്ക് എത്താത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം, മറച്ചു വയ്ക്കപ്പെടുന്ന വിഷയങ്ങൾ ഉണ്ടാകാം, തിരിച്ചറിയപ്പെടാതെ പോകുന്ന സംഭവങ്ങൾ ഉണ്ടാകാം. കുട്ടികളുടെ എണ്ണത്തിൽ കൂടി വൻ വർധനവാണ് റിപ്പോർട്ടിൽ ഉള്ളത്.